നമസ്കാരം. സൈറ ലേണിംഗ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ഉത്തരാധുനിക കവിതയിലായിരുന്നു അല്ലെ? അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഉത്തരാധുനികത എന്നും ഉത്തരാധുനിക കവിതയിലെ വളരെ പ്രധാനപ്പെട്ട ചില കവികളെയും അവരുടെ പ്രധാന കൃതികളിലെ ചില വരികളെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ഒരു 15 മിനിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുക. ഇനി നമ്മൾ കാണുന്ന കവയിത്രി അനിത തമ്പിയാണ്. അനിത തമ്പിയെയും VM ഗിരിജയും ഒക്കെ നമുക്ക് ഏറെക്കുറെ ഒരേ രീതിയിൽ പഠിച്ചു പോകാം. ഇവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന സ്ത്രീപക്ഷ കവിത പുതുമലയാള കവിതയുടെ ശക്തമായ ഒരു ധാരയായി മാറിയിട്ടുണ്ട്. സംവരണം ചെയ്ത് പറയേണ്ടവയല്ല സ്ത്രീ കവിതകൾ എന്നും മുഖ്യധാരയിൽ മറ്റെന്തിനും മുന്നിൽ സഞ്ചരിക്കാൻ യോഗ്യവും പ്രാപ്തവുമാണ് തങ്ങളുടെ കവിതകൾ എന്നും അനിത തമ്പിയും VM ഗിരിജയും ഒക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. കവിത്വം കൊണ്ട് പെൺകവിത ആൺകവിത എന്ന വേർതിരിവ് ഇന്ന് അപ്രസക്തമാണ് അല്ലെ? അപ്രസക്തമായിരിക്കുകയാണ്. കാലവും ലോകവും മാറുമ്പോഴും സ്ത്രീ അവസ്ഥകളിൽ അതിനനുസൃതമായ ഒരു മാറ്റം കാണാത്തതിൽ പ്രതിഷേധിക്കാനും ആ ഒരു സ്ഥിതി, ഇപ്പോഴുള്ള ആ ഒരു സ്ഥിതി മാറ്റിയെടുക്കുവാനും ഇവരെ പോലെയുള്ള കവയിത്രികൾ കവിതയെ ശക്തമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കവികൾ ശക്തമാക്കുന്നുണ്ട്. സ്ത്രീകൾ മാത്രമല്ല സ്ത്രീപക്ഷ കവിതകൾ എഴുതുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്ത്രീപക്ഷ കവിതകൾ എഴുതുന്ന കവികൾ ഈ ഒരു സ്ഥിതിയെ മാറ്റിയെടുക്കാൻ തങ്ങളുടെ തൂലിക കൊണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അനിത തമ്പിയുടെ വൃത്തി എന്ന കവിതയിലെ വരികൾ നമുക്ക് നോക്കാം. വിരൽ തട്ടി മറിഞ്ഞിട്ടും പരന്നൊഴുകാൻ വിടാതെ പഴന്തുണി നനച്ചാരോ തുടച്ചെടുക്കുകയാണെന്നെ. വിരൽ തട്ടി മറിഞ്ഞിട്ടും പരന്നൊഴുകാൻ വിടാതെ പഴന്തുണി നനച്ചാരോ തുടച്ചെടുക്കുകയാണെന്നെ. വൃത്തി എന്ന കവിതയിൽ ഇതൊരു തിരിച്ചറിവാണ് അല്ലെ? പരന്നൊഴുകുക എന്നത് ഒരു സ്വാഭാവികമായ സ്വാതന്ത്ര്യമാണ്. അത് ആർക്കും ഉണ്ടാകേണ്ട ഒരു, എല്ലാവർക്കും ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് അനിത തമ്പി തന്റെ ഈ ഒരു വരികളിലൂടെ കാണിച്ചു തരുന്നത്. അവരുടെ തന്നെ മറ്റൊരു പ്രധാന കവിതയാണ് മുറ്റമടിക്കുമ്പോൾ. ഈ ഒരു കൃതി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. കാരണം പരീക്ഷയിലും അല്ലാതെയും ഒക്കെ ഇതിലെ വരികൾ അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക എന്ന രീതിയിൽ മുറ്റമടിക്കുമ്പോൾ എന്ന ഈ ഒരു കൃതി എപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. ഈ കൃതിയിലെ വരികൾ നോക്കൂ. ചപ്പുവാരി നിവർന്നവൾക്കിത്ര കാപ്പിമൊട്ട് കുടിക്കുവാൻ മോഹം. ചപ്പുവാരി നിവർന്നവൾക്കിത്ര കാപ്പിമൊട്ട് കുടിക്കുവാൻ മോഹം. മുറ്റമടിക്കുമ്പോൾ എന്ന കവിതയിലെ വരികളാണ്. കണ്ണുപൂട്ടി ഉറങ്ങുന്ന വീടിനെ നിത്യേന ഉണർത്തിയെടുക്കുന്ന വീട്ടമ്മയുടെ പങ്കപ്പാടുകളാണ് മുറ്റമടിക്കുമ്പോൾ എന്ന ഈ ഒരു കവിതയിലൂടെ അനിത തമ്പി ആവിഷ്കരിക്കുന്നത്. അതായത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു വരി കുറിക്കുമ്പോൾ സ്ത്രീ ഗാർഹികാന്തരീക്ഷത്തിൽ അനുഭവിക്കുന്ന വിവേചനം ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാലം ഉത്തരാധുനികമായിട്ടും സ്ത്രീ അവസ്ഥകൾ അത്തരം ഒരു പരിണാമത്തിലേക്ക് കടന്നിട്ടില്ല എന്ന ഒരു സത്യാവസ്ഥ, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഇത്തരത്തിലുള്ള പുതിയ കവിതകൾ വിളിച്ചറിയിക്കുന്നുണ്ട്. അനിത തമ്പിയുടെ മറ്റ് രചനകളിലേക്ക് കടന്നാൽ അഴകില്ലാത്തവയെല്ലാം മറ്റൊരു കൃതിയാണ്. ആലപ്പുഴ വെള്ളം മറ്റൊരു സമാഹാരമാണ്, കവിതാ സമാഹാരമാണ്. ഈ പറയുന്ന കവിതാ സമാഹാരങ്ങളിലെല്ലാം പുതിയ കാല സ്ത്രീപക്ഷ കവിതയുടെ ശക്തി സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത കവയിത്രി
വി എം ഗിരിജയാണ്. വി എം ഗിരിജ. വി എം ഗിരിജയുടെ കവിതകൾ പ്രകൃതിയെയും സ്ത്രീയെയും ഒന്നായി കാണുന്നതിന്റെ ഒരു ഭംഗി വെളിവാക്കുന്നവയാണ്. പ്രകൃതിയിലേക്ക് തുറന്നിട്ട ഒരു കാവ്യജാലകമാണ് ഇവരുടെ എഴുത്തുകളെല്ലാം തന്നെ. അടച്ചിട്ട മുറിയിൽ ഇരിക്കുമ്പോഴും പുഴയും കടലും കാടും പ്രണയവും ഒക്കെ സ്വപ്നം കാണുന്നവളാണ് വി എം ഗിരിജയിലെ, അല്ലെങ്കിൽ വി എം ഗിരിജയുടെ കവിതകളിലെ സ്ത്രീ. അങ്ങനെയുള്ള ഒരു കവിതയാണ് വീട്ടിലേക്ക് പോകുന്നു എന്ന കവിത. വീട്ടിലേക്ക് പോകുന്നു എന്നാണ് നമ്മുടെ കവിതയുടെ പേര്. വീട്ടിലേക്ക് പോകുന്നു. അതിലെ വരികൾ നോക്കൂ. ഇവിടെ ഈ മുറിയിലേക്ക് വരുമല്ലോ ചോന്ന ചുണ്ടാർ മുഷസ്സുകൾ, പച്ചമരത്തണലുകൾ, മുളങ്കൂട്ടം, പിലാശുകൾ, ഊഞ്ഞാലിട്ടോരൊട്ടുമാവ്, തൊഴിലിൽ ഉഴുതു വിത്തിട്ട മുതിര തന്റെ കുഞ്ഞുമുള, ഇടിവെട്ടിപ്പൂവിന്റെ ഒറ്റ ഗോപുര മഞ്ഞ, എവിടേക്കും ഞാനില്ല നീയും ഇങ്ങും പോന്നോളൂ. ഇപ്പൊ വീട്ടിലെ മുറിയിലേക്ക് പ്രപഞ്ചത്തെ തന്നെയും കുടിയിരുത്താനുള്ള ഒരു ഹൃദയ ബന്ധവും ഐക്യവുമാണ് സ്ത്രീക്കും പ്രകൃതിക്കും തമ്മിലുള്ളത്. ഇത്തരം പ്രമേയം, ഇത്തരത്തിലുള്ള ആശയങ്ങൾ വി എം ഗിരിജയുടെ കൃതികളിൽ നമുക്ക് കാണാം. പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠയും സമസ്ത ജീവിജാലങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ജീവനെ കുറിച്ചുള്ള വിചാരങ്ങളും ഗിരിജയുടെ പല കവിതകളിലും മുഴങ്ങി കേൾക്കുന്നുണ്ട്. കടലോര വീട്, ഏട്ടിലെ കാട്, ഉടുപ്പിടാക്കാലം, പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങൾ, പൊളിച്ച വീട്, സ്ത്രീവിരുദ്ധം, സ്മാർത്ത വിചാരം, നരച്ച മുടിയിഴ തുടങ്ങി നിരവധി കൃതികൾ വി എം ഗിരിജയുടേതായിട്ടുണ്ട്. ഇതിൽ തന്നെ പെണ്ണുങ്ങൾ കാണാത്ത പാതിരാ നേരങ്ങൾ എന്ന കൃതിയെ കുറിച്ചുള്ള ചോദ്യം, ഈ കൃതി ആരുടേതാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ കണ്ടുവന്നു. അടുത്ത കവി പി രാമനാണ്. പി രാമന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയുണ്ട്, നമ്മളിപ്പോഴും ചോദ്യ പേപ്പറുകളിൽ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കവിതയാണ്. ഏതാണ്? കനം. കനം എന്ന കവിത പി രാമന്റേതാണ്. നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടാകും. ഈ ഒരു കനം എന്ന ഈ ഒരു കൃതിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകണം. അതുപോലെ കനം പോലെ തന്നെ പി രാമൻ എഴുതിയ മറ്റൊരു കവിതയാണ് സ്കൂൾ എന്ന കവിത. ആ കവിതയിലെ 2 വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഒരു ജനാലയിലൂടെ 1000 കടലാസ് റോക്കറ്റുകൾ കുതിച്ചു വരുന്നു. ഒരു ജനാലയിലൂടെ 1000 കടലാസ് റോക്കറ്റുകൾ കുതിച്ചു വരുന്നു. ഈ വരികൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ പഴയ കാലഘട്ടം, അല്ലെ, നമ്മുടെ ചെറുപ്രായം അല്ലെങ്കിൽ ബാല്യകാലത്തേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ബാല്യകാലത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലെ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്, അല്ലെ. കവിതയിൽ കനമുള്ളത് എന്തെങ്കിലും ഉണ്ടാകണം എന്ന് നിർബന്ധമില്ലാത്ത കവിയാണ് പി രാമൻ. എന്നാൽ നിസ്സാരമെന്ന് തോന്നുന്ന പ്രകൃതിയുടെ സൂക്ഷ്മ അംശങ്ങളിൽ പോലും കനം കണ്ടെത്താനും പി രാമന് കഴിയുന്നുണ്ട്. ചെറുതുകളുടെ ഉള്ളിലെ വലുപ്പം കാണുകയും അത് കവിതയിലൂടെ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന രീതിയാണ് പി രാമൻ എന്ന കവിക്കുള്ളത്. അങ്ങനെയുള്ള ഒരു കവിതയാണ് സ്കൂൾ എന്നത്. ഇതൊരു 3 വരി കവിതയാണ്. ഒരു ജനാലയിലൂടെ 1000 കടലാസ് റോക്കറ്റുകൾ കുതിച്ചു വരുന്നു. അപ്പോ ഈ 2 അല്ലെങ്കിൽ 3 വരികളിൽ വളരെ വിശാലമായ ആശയമാണ് പി രാമൻ ആവിഷ്കരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു സ്കൂളിന്റെ നിർവചനം കൂടിയാകുന്നുണ്ട്. കുസൃതി വിരുദ്ധരായ കുട്ടികളുടെ ശബ്ദ കോലാഹലങ്ങൾക്കും വികൃതികൾക്കുമിടയിൽ നിലകൊള്ളുന്ന ഒരു സ്കൂളിന്റെ ചിത്രം ഈ 2 അല്ലെങ്കിൽ ഒരു 3 വരികൾ വായനക്കാരന് സമ്മാനിക്കുന്നുണ്ട്. എല്ലാം കവി ചിത്രീകരിച്ചു കൊള്ളണമെന്നില്ല. കവിത പൂരിപ്പിച്ച് പൂർത്തിയാക്കേണ്ടത് സഹൃദയനാണ് എന്ന ഒരു പക്ഷമാണ് രാമനുള്ളത്.
പൂക്കളിൽ നിന്നും അത്തർ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു കുട്ടിയെ അത്തറുകുട്ടി എന്ന കവിതയിൽ രാമൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതാണ് തൊട്ട് താഴെ നൽകിയിരിക്കുന്ന വരികൾ. അത്തറുകുട്ടി എന്നാണ് ആ കവിതയുടെ പേര്. അതിലെ വരികൾ നോക്കൂ. പൂക്കളിൽ നിന്നും അത്തർ ഉണ്ടാക്കുന്ന വിദ്യ മാത്രം ചോദിക്കരുത്, കാരണം മുള്ളുകളാണ് അവനെ അത് പഠിപ്പിച്ചത്. പൂക്കളിൽ നിന്നും അത്തർ ഉണ്ടാക്കുന്ന വിദ്യ മാത്രം ചോദിക്കരുത്, കാരണം മുള്ളുകളാണ് അവനെ അത് പഠിപ്പിച്ചത്. പല നിറത്തിൽ അത്ഭുത സുഗന്ധം പരത്തുന്ന അത്തറുകൾ അവൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവനോട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ വിദ്യ മാത്രം ചോദിക്കരുത്. അതിന് കാരണവും പി രാമൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തറു കുട്ടിയുടെ ജീവിതമാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെ? മുള്ളുകൾ എന്ന പദം ഒരു ബാലന്റെ ജീവിതത്തെയും കവിതയുടെ ഭാവതലത്തെയും ഒക്കെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കാൻ പോരുന്ന ഒരു താക്കോൽ പ്രയോഗമായി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് രാമന്റെ കവിതയുടെ രീതി. പി രാമന്റെ രചനാ ശൈലി ഇത് തന്നെയാണ്. ചെറിയ കവിതകളിലൂടെ വലിയ ജീവിത തത്വങ്ങൾ ധ്വനിപ്പിച്ചു പോവുകയാണ് കവി. അമൂർത്തമായ അനുഭവങ്ങളെ ശക്തമായിട്ടുള്ള കാവ്യ ബിംബങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതിൽ പി രാമന് വലിയ കഴിവ് തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ ചില കൃതികളിലേക്ക് കടന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കനം ഒരു പ്രധാന കൃതിയാണ്. തുരുമ്പ്, ഭാഷയും കുഞ്ഞും, പിന്നിലേക്ക് വീശുന്ന കാറ്റ്, രാത്രി 12:30 ഒരു താരാട്ട് തുടങ്ങിയവയെല്ലാം പി രാമന്റെ കാവ്യ സമാഹാരങ്ങളാണ്. അടുത്തതായി നാം കാണുന്നത് മോഹനകൃഷ്ണൻ കാലടിയെയാണ്. മോഹനകൃഷ്ണൻ കാലടിയുടെ ചില കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹത്തിന്റെ തേങ്ങൽ പാടം എന്ന കവിത നോക്കുക. തേങ്ങൽ പാടം എന്ന കവിതയിലെ വരികൾ നോക്കുക. മാളിക കയറ്റുവാൻ സമ്മതിച്ച് മണ്ണിട്ട് തൂർക്കുവാൻ ഒപ്പുവെച്ച് തന്റെ ജന്മത്തിനൊടുവിലത്തെ കൊയ്ത്തും മെതിയും കഴിഞ്ഞ പാടം. മാളിക കയറ്റുവാൻ സമ്മതിച്ച് മണ്ണിട്ട് തൂർക്കുവാൻ ഒപ്പുവെച്ച് തന്റെ ജന്മത്തിനൊടുവിലത്തെ കൊയ്ത്തും മെതിയും കഴിഞ്ഞ പാടം എന്നാണ് തേങ്ങൽ പാടം എന്ന കവിതയിൽ മോഹനകൃഷ്ണൻ കാലടി എഴുതിയിട്ടുള്ളത്. ഉത്തരാധുനിക കാലം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാൻ കരുത്തു കാട്ടുന്ന കവിതകളാണ് ഇദ്ദേഹത്തിൻ്റെത്. കേരള പ്രകൃതിയും ജീവിത സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന ഒരു ഭാവലോകം തന്നെ ഇദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉത്തരാധുനിക പരിഷ്കൃതികൾ ഗ്രാമീണ ജീവിതത്തിൽ അധിനിവേശം ചെയ്ത് നാട്ടു നന്മകളെ അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച തേങ്ങൽ പാടം എന്ന കവിതയിലെ വരികൾ. പരിസ്ഥിതിയുടെ മേൽ മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റത്തിനൊക്കെ എതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികളെയെല്ലാം സൂചിപ്പിക്കുന്ന, അതിനുശേഷം പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയുടെ അവസ്ഥയെ വളരെ വിശാലമായി തന്നെ ആവിഷ്കരിക്കുന്ന ഒരു കവിത കൂടിയാണിത്. പാടത്തിന്റെ തേങ്ങൽ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് എവിടെയും കേൾക്കാം. കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യനും പ്രകൃതിയും മാറിപ്പോകുന്ന ഒരു ദയനീയ അവസ്ഥയാണിത്, അല്ലെ? ഇത്തരത്തിലുള്ള പല കവിതകളും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നതാണ്. മോഹനകൃഷ്ണൻ കാലടിയുടെ മറ്റ് കവിതകൾ ഏതൊക്കെയാണ്? അതും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മുൻവർഷ ചോദ്യപേപ്പറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നവയാണ് ഇവയെല്ലാം. പാലൈസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. മഴപ്പൊട്ടൻ, ഭൂതക്കട്ട, റെയിൻകോട്ട്, പാസഞ്ചർ, കാലടി കവിതകൾ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മോഹനകൃഷ്ണൻ കാലടിയുടെ കവിതകൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്തതായി കാണുന്നത് വീരാൻകുട്ടി മാഷിനെയാണ്. അദ്ദേഹത്തിന്റെ ഹൈക്കു കവിതകളെല്ലാം നമുക്ക് ചിരപരിചിതങ്ങളാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സമകാലിക കവിതയുടെ ബഹുസ്വരതയെ തന്നെ നിർണയിക്കുന്ന ഒരു കവിയാണ്
വീരാൻകുട്ടി. കുറുകി മുറുകിയ രചനാവിശേഷം എന്ന് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതകളെ പറയാം. ബൃഹദാഖ്യാനങ്ങൾ ഉപേക്ഷിച്ച് ലഘുരൂപങ്ങളിലേക്കുള്ള കവിതയുടെ സഞ്ചാരം ഉത്തരാധുനികതയുടെ സ്വഭാവമാണ്. അതാണ് ഹൈക്കു കവിതകളെല്ലാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിരവധിയായി എഴുതപ്പെടുന്നുണ്ട് അല്ലെ. വീരാൻകുട്ടിയുടെ കവിതയിൽ വലിയ ലോകവും സങ്കീർണമായ ജീവിതവും തീവ്രമായ അനുഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. വായനക്കാരന്റെ മനസ്സിൽ ആ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അർത്ഥസംവേദനത്തിന്റെ കടലാഴവും ആകാശ വിസ്തൃതിയുമായി മാറുന്നു. ഇതാണ് വീരാൻകുട്ടി കവിതകളുടെ വിജയം എന്ന് പറയുന്നത്. ഭാഷയുടെ ലാളിത്യവും കാവ്യബിംബങ്ങളുടെ ഭാവസാന്ദ്രതയും കൊണ്ട് കവിത നൽകുന്ന ഒരു അനുഭൂതി വായനക്കാരെ തൃപ്തരാക്കുന്നുണ്ട്. പ്രണയവും മരണവും ജനനവും ഒരുപോലെ വീരാൻകുട്ടിയുടെ കവിതയിൽ പ്രമേയമാകുന്നു. ജീവിതത്തിൽ നിന്നുള്ള ഒരു പിണങ്ങിപ്പോകലായി മരണത്തെ കാണാനാണ് കവിക്ക് താല്പര്യം. ഒരു കവിതയിൽ അദ്ദേഹം മരണത്തെ ഒരു തരം ഒളിച്ചുകളിയായും കാണുന്നുണ്ട്. ഒളിച്ചുകളിയിൽ എന്ന കവിതയിലാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. നോക്കുക, ഒളിച്ചുകളിയിൽ മരിച്ചവർക്കുള്ള വിരുദ് മറ്റാർക്കുമില്ല, അവർ അരികിൽ തന്നെയുണ്ട്, ആർക്കവരെ കണ്ടുപിടിക്കാനാവും. എങ്ങനെയാണ്? ഒളിച്ചുകളിയിൽ മരിച്ചവർക്കുള്ള വിരുദ് മറ്റാർക്കുമില്ല, അവർ അരികിൽ തന്നെയുണ്ട്, ആർക്കവരെ കണ്ടുപിടിക്കാനാവും. ഒരു ചോദ്യമാണ് അല്ലെ. ഇത്തരത്തിൽ മരണത്തെ ഒരു ഒളിച്ചുകളിയായി കാണുന്ന കവിയെ നമുക്കിവിടെ കാണാം. അദ്ദേഹത്തിന്റെ മറ്റ് കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ജലഭൂപടം, മാന്ത്രികൻ, ഓട്ടോഗ്രാഫ്, തൊട്ടു തൊട്ടു നടക്കുമ്പോൾ, മൺവീറ്, മിണ്ടാപ്രാണി, നിശബ്ദതയുടെ റിപ്പബ്ലിക്, വീരാൻകുട്ടിയുടെ കവിതകൾ സമ്പൂർണം എന്നിവ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. അവസാനമായി നമ്മൾ കാണുക പുതിയ കാല മലയാള കവിതയിൽ വലിയ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന അൻവർ അലിയെയാണ്. അൻവർ അലിയുടെ സാന്നിധ്യം ഇന്ന് ഏറെ ഊർജം പകരുന്നതുമാണ്. 1980-കളിൽ കവിത പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ അൻവർ അലിയുടെ 3 കവിതാ സമാഹാരങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മഴക്കാലം, ആടി ആടി അലഞ്ഞ മരങ്ങളെ, മെഹബൂബ് എക്സ്പ്രസ് തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ്. ഇതിൽ മഴക്കാലം, ആടി ആടി അലഞ്ഞ മരങ്ങളെ, ഈ 2 കവിതാ സമാഹാരങ്ങളെ കുറിക്കുന്ന ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആധുനികതയിൽ നിന്നും ചിതറി മാറി മുന്നോട്ട് പോകുന്ന ഒരു വർത്തമാനകാല മലയാള കവിതയെ പ്രസ്ഥാന തലത്തിലേക്ക് ഉയർത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആണുറക്കം, കാഫ്ക, തിരിച്ചറിയൽ കാട്, സദാചാരി, ഏകാന്തതയുടെ 50 വർഷങ്ങൾ, മഴക്കാലം തുടങ്ങിയ കവിതകളിലൊക്കെ ഉത്തരാധുനിക കാലത്തിന്റെ സംവേദന സ്വരം ഉയർന്നു കേൾക്കാം. താൻ ജീവിക്കുന്ന കാലഘട്ടത്തോടും സമൂഹത്തോടുമുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം അല്ലെങ്കിൽ പ്രതികരണത്തിനും പ്രതിരോധത്തിനും അൻവർ അലി തന്റെ കവിതയെ മാധ്യമമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് തിരിച്ചറിയൽ കാട്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് തിരിച്ചറിയൽ കാട്. നോക്കുക, അദ്ദേഹം കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എഴുതി വെക്ക്, എന്റെ പേര് അലി, തൊഴിൽ വാക്കുകെട്ടൽ, ആധാർ ഇല്ല. അപ്പൊ തിരിച്ചറിയൽ കാട് എന്ന കവിത തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: എഴുതി വെക്ക്, എന്റെ പേര് അലി, തൊഴിൽ വാക്കുകെട്ടൽ, ആധാർ ഇല്ല. ഈ ഒരു കവിത അവസാനിക്കുന്നത് എങ്ങനെയാണ്? മരിച്ച രാജ്യത്ത് കബറടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഈ കവിത അവസാനിക്കുന്നത്. അപ്പൊ കവിതയുടെ രാഷ്ട്രീയം മാനവികതയുടെയും മതേതരത്വത്തിന്റെയും ചേരിയിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടതെന്ന് അൻവർ അലി അഭിപ്രായപ്പെടുന്നുണ്ട്. തന്റെ കവിതകളിലൂടെ തന്നെ പറയുന്നുണ്ട്. സമകാലിക ഇന്ത്യൻ അവസ്ഥകളോടുള്ള കവിയുടെ നിലപാട് മെഹബൂബ് എക്സ്പ്രസ് എന്ന കവിതാ സമാഹാരത്തിൽ വെളിവാകുന്നുണ്ട്. ഇത്തരത്തിൽ കവിതയുടെ ഉത്തരകാലം സമകാലിക യാഥാർത്ഥ്യങ്ങളെ യഥാതഥമായി ഉൾക്കൊള്ളുന്നതാണെന്ന് അൻവർ അലിയുടെ കവിതാ സമാഹാരങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ അൻവർ അലിയും
ഉത്തരാധുനിക കവികളിൽ പ്രമുഖനാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഉത്തരാധുനിക കവിതയെക്കുറിച്ചാണ്, അതിലെ ചില പ്രധാന കവികളെ കുറിച്ചുമാണ്. ഇവർ മാത്രമല്ല ഉത്തരാധുനിക കവികളായിട്ടുള്ളത്. ഇതിൽ കൂടുതൽ, അതായത് ഓരോ ദിവസവും പുത്തൻ എഴുത്തുകാർ രൂപം കൊള്ളുന്നുണ്ട്. അപ്പോ ഇതിലധികം കവികളെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഈ രണ്ട് പാർട്ടുകളിലായി വളരെ പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ മിക്കവാറും തന്നെ ചോദ്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള ചില വരികളെയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് മാത്രമാണ് ഉത്തരാധുനിക കവിത എന്ന് വിചാരിക്കരുത്. ഒത്തിരി എഴുത്തുകാരുണ്ട്, അവരുടെ ഒത്തിരി കവിതകളുണ്ട്. അപ്പോ ഉത്തരാധുനിക കവിത എന്നത് തന്നെ വലിയൊരു വിഷയമാണ്, വിശാലമായി പരന്നു കിടക്കുന്ന ഒരു മേഖലയാണ്. നെറ്റ് പഠിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഈ ഉത്തരാധുനിക കവികളെ എല്ലാവരെയും പഠിക്കുക, അവരുടെ കൃതികൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക, അവരുടെ കവിതകൾ വായിക്കുക, വരികൾ ഓർത്തു വെക്കുക. ആ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ 15 മിനിറ്റ് അല്ലെ, ഒരു 30 മിനിറ്റ്, അരമണിക്കൂറിലായി 2 ക്ലാസ്സുകളിലൂടെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ സൂചിപ്പിച്ചു പോയിട്ടുള്ളൂ, ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടേതായ വായനയിലൂടെ നിങ്ങൾ സ്വായത്തമാക്കേണ്ടതാണ്. എങ്കിൽ മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.